ഇസ്രായേലിന് പിന്നാലെ അമേരിക്കയും ആക്രമണം നടത്തിയതോടെ പിടിച്ചു നിൽക്കാൻ 19ാം അടവ് പയറ്റുകയാണ് ഇറാൻ. ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്നാണ് ഇറാന്റെ ഭീഷണി. ഹോർമുസ് അടയ്ക്കാൻ ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലും തീരുമാനിച്ചാൽ അത് ഭാരതത്തെ എങ്ങനെയാകും ബാധിക്കുക? പരിശോധിക്കാം. ഒരു ദിവസം ഹോർമുസ് കടലിടുക്ക് വഴി കടന്നുപോകുന്നത് 2 കോടി ബാരൽ എണ്ണയാണ്. അതായത് ആഗോള എണ്ണ നീക്കത്തിന്റെ ആകെ 20%. ഹോർമുസ് പൂട്ടാനുള്ള തീരുമാനം ഇറാൻ കൈക്കൊണ്ടാലും അത് ഭാരതത്തെ ബാധിക്കില്ല. സൗദി അറേബ്യ, റഷ്യ, അമേരിക്ക, ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ നിന്നും ഭാരതം എണ്ണ വാങ്ങുന്നുണ്ട്. മാത്രമല്ല, സംഘർഷം തുടങ്ങിയപ്പോൾ തന്നെ ആശങ്കയില്ലെന്നും ആവശ്യമായ ഇന്ധനം പക്കലുണ്ടെന്നും കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി Hardeep Singh Puri പറഞ്ഞിരുന്നു. But as I've been saying for a long time, there is enough oil available in the global markets. More and more oil is coming on the global markets, particularly from the Western Hemisphere. And even the traditional suppliers would be interested in keeping the supplies on because they also need the revenue. So hopefully the market will factor that in. But as I said, the Modi government has over the past several years not only ensured the stability of supplies but also affordability, and we will take all necessary measures to ensure that. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ധന വിതരണം നമ്മൾ വൈവിധ്യവൽക്കരിച്ചിരുന്നു എന്ന് കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. 2022 മുതൽ റഷ്യ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളെയാണ് എണ്ണയ്ക്കായി ഭാരതം കൂടുതലും ആശ്രയിക്കുന്നത്. ഇറാന്റെ തീരുമാനങ്ങൾ അതിനാൽ തന്നെ ഭാരതത്തെ ബാധിക്കില്ലെന്ന് ചുരുക്കം. ഇതിനൊരു മറുവശമുണ്ട്. ഇറാൻ ഇനി ശരിക്കും ഹോർമുസ് അടയ്ക്കുമോ? ഇല്ലെന്നാണ് വിലയിരുത്തൽ. പിടിച്ചു നിൽക്കാനായി ഇറാൻ ഹോർമുസ് കാട്ടി ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിലും അടയ്ക്കാൻ പെട്ടെന്ന് കഴിയില്ല. ഇറാൻ വിൽക്കുന്ന എണ്ണയുടെ 96% സഞ്ചരിക്കുന്നത് ഹോർമുസിലൂടെയാണ്. ചൈനയെപ്പോലുള്ള ഇറാന്റെ സൗഹൃദ രാജ്യങ്ങൾ ആശ്രയിക്കുന്നതും ഈ വഴി തന്നെ. ചൈനയിലേക്കുള്ള എണ്ണയുടെ 50%, LNGയുടെ 10% ഹോർമുസ് വഴിയാണ് പോകുന്നത്. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും പ്രഹരത്തിൽ ഒരുപോലെ തകർന്ന ഇറാൻ കൂടുതൽ നഷ്ടം വരുത്താൻ മുതിരുകയുമില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.